ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൺലൈൻ സ്റ്റഡി ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കെമിസ്ട്രിയിലെ മെറ്റൽസ് എന്ന ടോപ്പിക്കാണ്. നമ്മൾ കെമിസ്ട്രിയിൽ ഓൾറെഡി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സുകൾ ഡിസ്കസ് ചെയ്തിരുന്നു. നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ നിന്നും നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാവുന്നതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെറ്റൽസിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് നിങ്ങളിലേക്ക് വേഗം എത്തുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. മെറ്റൽസിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് നോക്കി തന്നെ നമുക്ക് ആരംഭിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് പ്രോപ്പർട്ടീസാണ്. മെറ്റൽസ് എന്ന് പറയുന്ന ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ആണ്. നമ്മൾ ഇലക്ട്രിസിറ്റിയുടെയും ഹീറ്റിൻ്റെയും നല്ലൊരു കണ്ടക്ടറാണ് മെറ്റൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മെറ്റലിൻ്റെ വേറൊരു പ്രോപ്പർട്ടിയാണ് മാലിയബിൾ ആൻഡ് ടെക്റ്റൈൽ എന്ന് പറയുന്നത്. മാലിബിലിറ്റി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, അതായത് മെറ്റൽസിനെ നമുക്ക് അടിച്ചു പരത്തി തിൻ ഷീറ്റുകളാക്കി മാറ്റാൻ സാധിക്കും. ഈ ഒരു പ്രോപ്പർട്ടിയാണ് മാലിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ഡക്റ്റിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്, അതായത് മെറ്റൽസിനെ വലിച്ചു നീട്ടി തിൻ സ്ട്രിങ്സ് ആക്കി മാറ്റാൻ സാധിക്കും. ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഡക്റ്റൈൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പ്രോപ്പർട്ടിയും ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ഒരു മെറ്റലാണ് ഗോൾഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഗോൾഡ് യൂസ് ചെയ്തിട്ട് ഓർണമെൻറ്റ്സ് ഒക്കെ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ ഗോൾഡ് യൂസ് ചെയ്യുന്നതിനുള്ള കാരണവും ഇതാണ്. അതായത് ഗോൾഡിൻ്റെ മാലിയബിൾ ആൻഡ് ഡക്റ്റൈൽ പ്രോപ്പർട്ടി കാരണമാണ് ഗോൾഡ് യൂസ് ചെയ്ത് നമ്മൾ ഓർണമെൻറ്റ്സ് ഉണ്ടാക്കുന്നത്. ഇനി ബാക്കി അടുത്ത രണ്ട് പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് മെറ്റൽസ് ഷൈനിങ് ആവും. നോർമലി മെറ്റൽസ് എല്ലാം ഷൈനിങ് ആയിരിക്കും. അതേപോലെ തന്നെ തമ്മിൽ സ്ട്രൈക്ക് ചെയ്യാൻ നേരത്ത് സൗണ്ടും പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അതാണ് സൊനോറസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത പ്രോപ്പർട്ടി ഇമ്പോർട്ടൻ്റ് ആണ്. മോസ്റ്റ് ഓഫ് ദ മെറ്റൽസ് ഷോസ് ഇലക്ട്രോ പോസിറ്റീവ് നേച്ചർ. അതായത് നമുക്ക് അറിയാം, ആറ്റംസ് എന്ന് പറയുന്നത് നോർമലി ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. ഇതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോഴാണ് അത് പോസിറ്റീവ് അയോണായി മാറുന്നത്. ഓക്കെ, ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് അയോണായി മാറാനുള്ള ഒരു പ്രോപ്പർട്ടി. ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്ന ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറയുന്ന. നോർമലി മെറ്റൽസ് എല്ലാം തന്നെ ഇലക്ട്രോ പോസിറ്റീവ് ഇൻ നേച്ചറാണ്. അതായത് എർത്ത് ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മെറ്റൽ എന്ന് പറയുന്ന അലൂമിനിയമാണ്. ഇത് എർത്ത് ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓക്സിജൻ ആണ്. അതും ഇതുമായിട്ട് കൺഫ്യൂസ്ഡ് ആകല്ലേ. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെൻ്റ് ആണ് ഓക്സിജൻ. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എർത്ത് ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മെറ്റൽ എന്ന് പറയുന്നത് അലൂമിനിയമാണ്. അതേപോലെ തന്നെ രണ്ടാമത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എർത്ത് ക്രസ്റ്റിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന രണ്ടാമത്തെ മെറ്റൽ എന്ന് പറയുന്ന അയണാണ്. അപ്പോൾ ഓർത്തിരിക്കുക, അലൂമിനിയമാണ് എർത്ത് ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മെറ്റൽ. രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതൽ എർത്ത് ക്രസ്റ്റിൽ കാണപ്പെടുന്ന മെറ്റലാണ് അയൺ എന്ന് പറയുന്നത്. ഇനി അടുത്ത എല്ലാ മെറ്റലും, ഓൾമോസ്റ്റ് എല്ലാ മെറ്റലും സോളിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. പക്ഷേ മെർക്കുറി ഇതിനൊരു എക്സെപ്ഷനാണ്. മെർക്കുറിയുടെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് -38.8, അറൗണ്ട് -38.8 ആണ് മെർക്കുറിയുടെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് -38 ഡിഗ്രിയിൽ വെച്ച് തന്നെ ഇത് മെൽറ്റായി പോകുന്നു. അതായത് മെർക്കുറി മെൽറ്റായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പം നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിൽ എങ്ങനെയായിരിക്കും? ലിക്വിഡ് ഫോമിലായിരിക്കും മെർക്കുറി കാണപ്പെടുന്നത്. അപ്പം ഒരു എക്സെപ്ഷൻ കേസാണ് മെർക്കുറി. ഓൾമോസ്റ്റ് എല്ലാ മെറ്റൽസും എന്താണ്, സോളിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. പക്ഷേ മെർക്കുറി മാത്രം നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിൽ എങ്ങനെയാണ്, ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും കാണപ്പെടുന്നത്. ഇനി അടുത്തെന്ന് പറയുന്ന ഏറ്റവും ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന സിൽവർ ആണ്. ഓൾറെഡി സൂചിപ്പിച്ചിരുന്നു, മെറ്റൽസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. അങ്ങനെ ഏറ്റവും ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് സിൽവർ ആണ്. അപ്പോൾ ഓർത്തിരിക്കുക. ഇനി അടുത്തത് പൂറസ്റ്റ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് ലെഡ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൂടി ഓർത്തിരിക്കുക. ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് സിൽവർ ആണ്. പൂറസ്റ്റ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് ലെഡ് ആണ്. ഇനി ലൈറ്റസ്റ്റ് മെറ്റൽ ലിഥിയമാണ് ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള മെറ്റൽ. ഡെൻസസ്റ്റ് ആയിട്ടുള്ള മെറ്റൽ എന്ന് പറയുന്നത് ഓസ്മിയമാണ്. അത് രണ്ടും കൂടി ഒന്നുകൂടി ഓർത്തിരിക്കുക. പലതവണ എക്സാമിന് ചോദിക്കുന്നതാണ്. ഓർത്തിരിക്കുക, ലൈറ്റസ്റ്റ് മെറ്റൽ എന്ന് പറയുന്ന ലിഥിയവും ഡെൻസസ്റ്റ് മെറ്റൽ എന്ന് പറയുന്ന ഓസ്മിയമാണ്. ഇനി അടുത്തത് പീരിയോഡിക് ടേബിളിൽ എവിടെയാണ് മെറ്റൽസ് കാണപ്പെടുന്നത് നോക്കാം. ഏകദേശം 118 എലമെൻറ്റ്സ് കണ്ടുപിടിച്ചിട്ടുള്ളതിൽ 91 എലമെൻറ്റ്സും മെറ്റൽസ് ആണ്. ഇവിടെ ഈ പീരിയോഡിക് ടേബിൾ ഈ ലൈറ്റ് ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന എല്ലാം മെറ്റൽസ് ആണ്. അതായത് പീരിയോഡിക് ടേബിളിലുള്ള 118 എലമെൻറ്റുകളിൽ 91 എണ്ണവും മെറ്റൽസ് ആണ്. പീരിയോഡിക് ടേബിൾ ഈ ഫസ്റ്റ് ഗ്രൂപ്പിലായിട്ട് കാണുന്ന ഈ എലമെൻറ്റ്സ് ആണ്
ഈ എലമെൻസിനെയാണ് നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഗ്രൂപ്പിൽ കാണപ്പെടുന്ന ഈ എലമെൻസിനെ ആൽക്കലി എർത്ത് മെറ്റൽസ് എന്നും പറയുന്നു. ഇവ രണ്ടിലുള്ള എലമെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ആദ്യം അത് തന്നെ ഒന്ന് നോക്കാം. ആദ്യം ആൽക്കലി മെറ്റൽസ് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചിരുന്നു. ഫസ്റ്റ് ഗ്രൂപ്പിൽ കാണപ്പെടുന്ന എലമെൻസിനെയാണ് നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്നത്. ഈ ആൽക്കലി മെറ്റൽസ് ആണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. ഇതെല്ലാം എന്താ ആൽക്കലി മെറ്റൽസ് ആണ്. ഇതിൽ ആൽക്കലി മെറ്റൽസ് എല്ലാം ഹൈലി റിയാക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഇവയെ നോർമലി ഒന്നെങ്കിൽ കെറോസിൻ അല്ലെങ്കിൽ ലിക്വിഡ് പാരഫിനിലൊക്കെ ആയിരിക്കും നമ്മളിത് സൂക്ഷിക്കുന്നത്. അതായത് ഇതിൽ സോഡിയം പൊട്ടാസ്യവും നമ്മൾ ഇത് ഓക്സിജനുമായിട്ട് ഹൈലി റിയാക്ട് ചെയ്ത് പെട്ടെന്ന് കത്തിപ്പോവും. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഒന്നെങ്കിൽ കെറോസിനിൽ അല്ലെങ്കിൽ ലിക്വിഡ് പാരഫിനിൽ സൂക്ഷിക്കുന്നത്. ഇതിൽ സോഡിയം പൊട്ടാസ്യവും നമ്മൾ സൂക്ഷിക്കുന്നത് കെറോസിനിലായിരിക്കും. ലിഥിയം നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, അത് ലൈറ്റസ്റ്റ് എലമെൻ്റ് ആണ്. അത് കെറോസിനിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഫ്ലോട്ട് ചെയ്ത് കിടക്കും. അപ്പോൾ എയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരികയും അത് റിയാക്ട് ചെയ്യുകയും ചെയ്യും. ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ലിക്വിഡ് പാരാഫിനിലായിരിക്കും ലിഥിയത്തെ സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഹൈലി റിയാക്റ്റീവ് ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്നത് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇവയെ കെറോസിൻ അല്ലെങ്കിൽ ലിക്വിഡ് പാരാഫിനിലൊക്കെ സൂക്ഷിക്കുന്നത്. സോഡിയം പൊട്ടാസ്യവുമാണ് കെറോസിൻ സൂക്ഷിക്കുന്നത്. ലിഥിയം സൂക്ഷിക്കുന്നത് ലിക്വിഡ് പാരാഫിനിലാണ്. ഇതിനകത്ത് ഏറ്റവും ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്രാൻസിയമാണ്. ഫസ്റ്റ് ഗ്രൂപ്പിലെ അതായത് ആൽക്കലി മെറ്റൽസിൽ ഒരു എലമെൻ്റായ ഫ്രാൻസിയമാണ്. പക്ഷേ ഫ്രാൻസിയം ഒരു ഹൈലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എലമെൻ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സീസിയം അതിന് ഒരു ആൻസറായിട്ട് പറയാറുണ്ട്. അതായത് സീസിയം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എലമെൻ്റാണ്. അപ്പം ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള എലമെൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സീസിയമാണ്. ഫ്രാൻസിയമാണ് തിയററ്റിക്കലി ഏറ്റവും ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ്. അത് ജസ്റ്റ് ഒരു ഫാക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ആൽക്കലി മെറ്റൽസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെറ്റലാണ് സോഡിയം എന്ന് പറയുന്നത്. ആറ്റോമിക് നമ്പർ 11 ആയിട്ട് വരുന്ന സോഡിയത്തിൻ്റെ സിമ്പൽ എന്ന് പറയുന്ന Na ആണ്. അതായത് നേട്രിയം എന്നാണ് അതിൻ്റെ ലാറ്റിൻ നെയിം. ഇതിൽ നിന്നാണ് Na എന്ന് സിമ്പൽ സോഡിയത്തിന് ലഭിച്ചത്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, സോഡിയം ആറ്റോമിക് നമ്പർ 11 ആണ്. ഇപ്പോൾ ഈയിടെയായിട്ട് RRB SSC എക്സാമുകൾക്ക് ആറ്റോമിക് നമ്പർ, അതായത് ഒരു എലമെൻറ്റ് തന്നിട്ട് അതിൻ്റെ ആറ്റോമിക് നമ്പർ കൂടി ചോദിക്കാറുണ്ട്. അതുകൂടി ഈ കൂട്ടത്തിൽ പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും എക്സാമിൻ്റെ ടൈം വരുമ്പോൾ. അപ്പോൾ ഓർത്തിരിക്കുക, സോഡിയം അതിൻ്റെ ആറ്റോമിക് നമ്പർ 11 ആണ്. ഇതിന് നേട്രിയം എന്നാണ് അതിൻ്റെ ലാറ്റിൻ നെയിം. അതിൽ നിന്നാണ് Na എന്ന് പറയുന്ന സിമ്പൽ വന്നത്. ഓക്കെ, അത് കുറച്ച് കോമ്പൗണ്ട്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കോമ്പൗണ്ട്സ് സോഡിയം ഫോം ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, കോമൺലി നോൺ ആസ് ടേബിൾ സോൾട്ട്. സോഡിയം ക്ലോറൈഡിനെയാണ് ടേബിൾ സോൾട്ട് എന്ന് അറിയപ്പെടുന്നത്. ഇതിൻ്റെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് യൂസസ് നമുക്ക് നോക്കാം. ഇത് സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെയും ക്ലോറിൻ ഗ്യാസിൻ്റെയും ഫോർമേഷന്, മാനുഫാക്ചറിങ് പ്രോസസ്സിന് നമ്മൾ സോഡിയം ക്ലോറൈഡ് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഇൻ കാസ്റ്റിക് സോഡ, അതായത് കാസ്റ്റിക് സോഡയുടെ പ്രൊഡക്ഷനിൽ സ്റ്റാർട്ടിംഗ് മെറ്റീരിയലായിട്ട് സോഡിയം ക്ലോറൈഡ് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ റോഡിൽ നിന്ന് ഐസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയും നമ്മൾ സോഡിയം ക്ലോറൈഡ് യൂസ് ചെയ്യാറുണ്ട്. അതായത് സോഡിയം ക്ലോറൈഡ് ഐസിൽ വിതറുമ്പോൾ അവിടെ ഐസിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് കുറയുകയും അതുവഴി വേഗം ഐസ് വെള്ളമായിട്ട് മാറുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് റോഡിൽ നിന്ന് ഐസ് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ സോഡിയം ക്ലോറൈഡ് യൂസ് ചെയ്യുന്നതിൻ്റെ പുറകിലത്തെ ഒരു ശാസ്ത്രീയ വശം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം അറിഞ്ഞിരിക്കുക. അപ്പോൾ സോഡിയം ക്ലോറൈഡിൻ്റെ മെയിനായിട്ടും ഉള്ള യൂസ് എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡും ക്ലോറിൻ ഗ്യാസിൻ്റെയും മാനുഫാക്ചറിങ്ങിന് യൂസ് ചെയ്യുന്നു. അതേപോലെ തന്നെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഇൻ കാസ്റ്റിക് സോഡയുടെ പ്രൊഡക്ഷനിൽ സ്റ്റാർട്ടിംഗ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നു. പിന്നീട് റോഡിൽ നിന്ന് ഐസ് റിമൂവ് ചെയ്യാനും സോഡിയം ക്ലോറൈഡ് യൂസ് ചെയ്യാറുണ്ട്. അടുത്തതാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത്. സോഡിയം ഹൈഡ്രോക്സൈഡ്, ഇതിൻ്റെ യൂസ് ജസ്റ്റ് 2 യൂസ് അറിഞ്ഞിരിക്കുക. ഇത് യൂസ്ഡ് ഇൻ റിഫൈനിങ് ഓഫ് ബോക്സൈറ്റ് മെറ്റീരിയലിൻ്റെ റിഫൈനിങ് പ്രോസസ്സിന് നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ യൂസ്ഡ് ഇൻ സോപ്പ്, ഡൈസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻഡസ്ട്രീസ്. ഈ സോപ്പിലും ഡൈസിലും ആർട്ടിഫിഷ്യൽ ഇൻഡസ്ട്രീസിലും എല്ലാം നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യാറുണ്ട്. അടുത്തായി സോഡിയത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് സോഡിയം ബൈകാർബണേറ്റ് അഥവാ NaHCO3 എന്ന് പറയുന്നത്. ഇത് പലതവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അതായത് ബേക്കിംഗ് സോഡ
എന്തിനെയാണ് ബേക്കിംഗ് സോഡ എന്നറിയപ്പെടുന്നത്? സോഡിയം ബൈകാർബണേറ്റിൻ്റെ കോമൺ നെയിമാണ് ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട യൂസ് എന്ന് പറയുന്ന വൂൾ വാഷിങ്ങിന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഫയർ എക്സ്റ്റിങ്ക്വിഷറിലും സോഡിയം ബൈകാർബണേറ്റ് യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഓർത്തിരിക്കുക, ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, ബേക്കിംഗ് സോഡ എന്താണ്? സോഡിയം ബൈകാർബണേറ്റിനെയാണ് ബേക്കിംഗ് സോഡ എന്നറിയപ്പെടുന്നത്. ഇതുമായിട്ട് കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരു ഫാക്റ്റ് അടുത്തായിട്ട് വരും. അതായത് സോഡിയം കാർബണേറ്റിനെയാണ് നമ്മൾ വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നത്. സോഡിയം ബൈകാർബണേറ്റ് ബേക്കിംഗ് സോഡയും സോഡിയം കാർബണേറ്റ് വാഷിംഗ് സോഡയുമാണ്. ഇതിനകത്ത് ബൈകാർബണേറ്റിനകത്ത് ബി ഇല്ലേ, അപ്പം ബിയും ബേക്കിംഗ് സോഡയായിട്ട് ഒരു കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ടായിരിക്കും. അതായത് ബൈകാർബണേറ്റിനകത്ത് ബി ഉണ്ട്, ബേക്കിംഗ് സോഡയ്ക്കകത്തും ബിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, സോഡിയം ബൈകാർബണേറ്റ് ബേക്കിംഗ് സോഡ. ഇനി അടുത്തതാണ് സോഡിയം കാർബണേറ്റ്. ഓൾറെഡി ഞാൻ പറഞ്ഞു സോഡിയം കാർബണേറ്റിനെ ആണ്, അതായത് ഇതിന് കോമൺലി നോൺ എസ് വാഷിംഗ് സോഡ. ഓക്കെ, സോഡിയം കാർബണേറ്റിനെയാണ് വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ ഒരു മെയിൻ യൂസ് എന്ന് പറയുന്ന ഹാർഡ് വാട്ടറിനെ സോഫ്റ്റൻ ചെയ്യാൻ വേണ്ടി നമ്മൾ സോഡിയം കാർബണേറ്റ് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ മിക്സ്ചർ ഓഫ് സോഡിയം കാർബണേറ്റ് ആൻഡ് പൊട്ടാസ്യം കാർബണേറ്റ് ഈസ് നോൺ എസ് ഫ്യൂഷൻ മിക്സ്ചർ. ഫ്യൂഷൻ മിക്സ്ചർ എന്നറിയപ്പെടുന്നത് സോഡിയം കാർബണേറ്റിൻ്റെയും പൊട്ടാസ്യം കാർബണേറ്റിൻ്റെയും ഒരു മിക്സ്ചറിനെയാണ് നമ്മൾ ഫ്യൂഷൻ മിക്സ്ചർ എന്നറിയപ്പെടുന്നത്. ഇതിനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നത് സോഡിയം കാർബണേറ്റിനെയാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഇനി അടുത്താണ് സോഡിയം സൾഫേറ്റ്. ഗ്ലബേഴ്സ് സാൾട്ട് എന്നറിയപ്പെടുന്ന, ഇവിടെ സോൾട്ടാണ് കേട്ടോ, പ്രിൻറ്റിംഗ് മിസ്റ്റേക്കാണ്. ഗ്ലബേഴ്സ് സോൾട്ട് എന്നറിയപ്പെടുന്നത് സോഡിയം സൾഫേറ്റ് ആണ്. ഇനി സോഡിയം തയോസൾഫേറ്റും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഹൈപ്പോ എന്നറിയപ്പെടുന്നത് സോഡിയം തയോസൾഫേറ്റിനെയാണ്. ഇത് ഫോട്ടോഗ്രാഫിയിൽ ഫിക്സിംഗ് ഏജൻ്റായിട്ട് യൂസ് ചെയ്യുന്നത് സോഡിയം തയോസൾഫേറ്റ് ആണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഗ്ലബേഴ്സ് സാൾട്ട് എന്ന് അറിയപ്പെടുന്ന സോഡിയം സൾഫേറ്റും സോഡിയം തയോസൾഫേറ്റ് ആണ് ഹൈപ്പോ എന്നറിയപ്പെടുന്നത്. ഇത് ഫോട്ടോഗ്രാഫിയിൽ ഫിക്സിംഗ് ഏജൻ്റായിട്ട്. ആൽക്കലി മെറ്റൽസിലെ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റലാണ് പൊട്ടാഷ്യം എന്ന് പറയുന്നത്. പൊട്ടാസ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ 19 ഇതിൻ്റെ ലാറ്റിൻ നെയിം എന്ന് പറയുന്ന കാലിയമാണ്. ഈ കാലിയത്തിൽ നിന്നാണ് കെ എന്ന സിമ്പൽ പൊട്ടാസ്യത്തിന് ലഭിച്ചത്. അപ്പോൾ അത്രയും കാര്യം ഒന്ന് ഓർത്തിരിക്കുക. പൊട്ടാസ്യം ആറ്റോമിക് നമ്പർ 19 കാലിയം എന്നാണ് അതിൻ്റെ ലാറ്റിൻ നെയിം. ഇതിൽ നിന്നാണ് കെ എന്ന സിമ്പൽ പൊട്ടാസ്യത്തിന് ലഭിച്ചത്. ഇനി പൊട്ടാസ്യത്തിൻ്റെ കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3 എലമെൻറ്റ്സ് നമുക്ക് നോക്കാം. 3 എലമെൻറ്റ്സ് അല്ല, 3 കോമ്പൗണ്ട്സിനെ പറ്റി നമുക്ക് നോക്കാം. പൊട്ടാസ്യം കാർബണേറ്റ്. പൊട്ടാസ്യം കാർബണേറ്റിനെയാണ് പേൾ ആഷ് എന്നറിയപ്പെടുന്നത്. പേൾ ആഷ് എന്നറിയപ്പെടുന്നത് പൊട്ടാസ്യം കാർബണേറ്റിനെയാണ്. ഓർത്തിരിക്കുക, പൊട്ടാസ്യം കാർബണേറ്റ് ആണ് പേൾ ആഷ് എന്ന് അറിയപ്പെടുന്നത്. ഇനി അടുത്താണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഇതിനെയാണ് കാസ്റ്റിക് പൊട്ടാഷ്. കാസ്റ്റിക് പൊട്ടാഷ് എന്നറിയപ്പെടുന്ന പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അഥവാ KOHനെയാണ് കാസ്റ്റിക് പൊട്ടാഷ് എന്നറിയപ്പെടുന്നത്. സോഫ്റ്റ് സോപ്സിൻ്റെ ഫോർമേഷന് യൂസ് ചെയ്യുന്ന, പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അഥവാ കാസ്റ്റിക് പൊട്ടാഷിനെയാണ്. അടുത്താണ് പൊട്ടാസ്യം സൂപ്പർ ഓക്സൈഡ് എന്നറിയപ്പെടുന്നത്. ഇത് സ്പേസ് ക്യാപ്സ്യൂൾസ്, അതേപോലെ സബ്മറൈൻസ്, ബ്രീത്തിങ് മാസ്ക്, ഇതിലെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് പൊട്ടാസ്യം സൂപ്പർ ഓക്സൈഡാണ്. ഇത് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോക്സിക് ആയിട്ടുള്ള ഗ്യാസുകളായിട്ടുള്ള കാർബൺ മോണോക്സൈഡും അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് സ്പേസ് ക്യാപ്സ്യൂൾസ്, അതേപോലെ സബ്മറൈൻസ്, ബ്രീത്തിങ് മാസ്ക്, ഇതിലെല്ലാം പൊട്ടാസ്യം സൂപ്പർ ഓക്സൈഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 കോമ്പൗണ്ട്സും ഓർത്തിരിക്കുക. പൊട്ടാസ്യം കാർബണേറ്റ്, ഇതിനെ കോമൺലി നോൺ ആസ് പേൾ ആഷ്. അപ്പം ഓർത്തിരിക്കുക, പേൾ ആഷ് എന്നറിയപ്പെടുന്ന പൊട്ടാസ്യം കാർബണേറ്റിനെയാണ്. അടുത്തത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് കാസ്റ്റിക് പൊട്ടാഷാണ്. ഇനി പൊട്ടാസ്യം സൂപ്പർ ഓക്സൈഡ് കാർബൺ മോണോക്സൈഡിനെയും കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഈ പോയിൻറ്റ്സ് എല്ലാം ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റൽസും അതിൻ്റെ കുറച്ച് യൂസും നോക്കാം. നമുക്കിങ്ങനെ ഓരോ മെറ്റൽസിനും ഏകദേശം 90 മുകളിൽ മെറ്റൽസ് ഉണ്ട്. ഈ മെറ്റൽസിനെ ഓരോന്നിനെയും പറ്റി നോക്കുന്നത് വളരെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ എപ്പോഴും ചോദിക്കുന്ന കുറച്ച് മെറ്റൽസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫാക്ട്സും നമുക്കിനി അടുത്തായിട്ട് നോക്കാം. ആദ്യം തന്നെ മെറ്റൽ യൂസ്ഡ് ഫോർ കില്ലിംഗ് റാറ്റ്സ്. അതായത് റാറ്റ്സിനെ കില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ സിങ്ക് ഫോസ്ഫൈഡ് ആണ്. ഇനി റെഡൻറ്റോസൈഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിങ്ക് ഫോസ്ഫൈഡ് എന്ന് തന്നെയാണ് ആൻസർ. അതായത് കില്ലിംഗ് ഓഫ് റാറ്റ് ആണ് റെഡൻറ്റോസൈഡ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, റെഡൻറ്റോസൈഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും സിങ്ക് ഫോസ്ഫൈഡ് ആണ്. അടുത്തതാണ് ഡിസീസ് കോസ്ഡ് ഡ്യൂ ടു എക്സസ് ഓഫ് കോപ്പർ ഇൻ ഹ്യൂമൻ ബീയിങ്.
നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ കോപ്പർ കൂടുതലായിട്ട് ഫോം ചെയ്യുകയാണെങ്കിൽ വരുന്ന രോഗമാണ് വിൽസൺസ് ഡിസീസ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് മെറ്റൽസ് മൂലമുണ്ടാകുന്ന രോഗങ്ങളും അതേപോലെ തന്നെ മെറ്റൽസ്, അവയുടെ ഓർസ്, അതേപോലെ തന്നെ മെറ്റൽസും അവയുടെ അലോയ്സ് എന്നിവയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി രോഗങ്ങളും മെറ്റൽസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഉള്ള കുറച്ച് രോഗങ്ങളെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അടുത്താണ് ഗാൽവനൈസ്ഡ് അയൺ ഈസ് കോട്ടഡ് വിത്ത്. അതായത് അയണിനെ റസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി, അതായത് അയൺ തുരുമ്പടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിനെ സിങ്ക് കൊണ്ട് കോട്ട് ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഗാൽവനൈസ്ഡ് അയൺ കോട്ട് ചെയ്തിരിക്കുന്നത് സിങ്ക് വെച്ചാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പലതവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, ഓർത്തിരിക്കുക. ഇനി അടുത്തതാണ് റസ്റ്റിംഗ് ഇൻക്രീസസ് വെയിറ്റ് ഓഫ് അയൺ. അതായത് നമ്മുടെ ഇരുമ്പ് തുരുമ്പടിക്കുമ്പോൾ അതിൻ്റെ വെയിറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. ഓർത്തിരിക്കുക, ഇരുമ്പ് തുരുമ്പിക്കുമ്പോൾ അതിൻ്റെ വെയിറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. സിങ്ക് ക്ലോറൈഡ് കോട്ട് പ്രിവെൻറ്റ്സ് വുഡ് ഫർണിച്ചർ ഫ്രം ടെർമൈറ്റ്സ്. അതായത് ചിതലടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ തടി കൊണ്ടുള്ള ഫർണിച്ചറുകളിൽ സിങ്ക് ക്ലോറൈഡ് കോട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അതുവഴി ചിതലരിക്കുന്നതിൽ നിന്ന് നമുക്ക് തടി കൊണ്ടുള്ള ഫർണിച്ചറുകളെ രക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഓർത്തിരിക്കുക, സിങ്ക് ക്ലോറൈഡ് കോട്ട്സ് ആണ് തടി കൊണ്ടുള്ള ഫർണിച്ചറുകളിൽ ചിതലരിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇനി അടുത്തതാണ് ഫയർ പ്രൂഫും അതേപോലെ തന്നെ വാട്ടർ പ്രൂഫും ആയിട്ടുള്ള ക്ലോത്തുകൾ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് കാൽസ്യം ഹൈഡ്രൈഡ് ആണ്. ഓർത്തിരിക്കുക, കാൽസ്യം ഹൈഡ്രൈഡ് യൂസ് ചെയ്തിട്ടാണ് ഫയർ പ്രൂഫും വാട്ടർ പ്രൂഫും ആയിട്ടുള്ള ക്ലോത്ത്സുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി അടുത്ത പോയിൻ്റാണ് മെറ്റൽ യൂസ്ഡ് ഇൻ എയറോപ്ലെയിനിൽ യൂസ് ചെയ്യുന്ന മെറ്റലാണ് പലേഡിയം ആറ്റോമിക് നമ്പർ 46 ആണ്. ഓർത്തിരിക്കുക, എയറോപ്ലെയിനിൽ യൂസ് ചെയ്യുന്ന മെറ്റലാണ് പലേഡിയം. അടുത്ത പോയിന്റ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പൊട്ടാസ്യം കാർബണേറ്റിനെയാണ് നമ്മൾ പേൾ ആഷ് എന്നറിയപ്പെടുന്നത്. അടുത്ത പോയിന്റ് ക്രോമിയം ട്രയോക്സൈഡ്. ക്രോമിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ക്രോമിയം ട്രയോക്സൈഡിനെയാണ് ക്രോമിക് ആസിഡ് എന്നറിയപ്പെടുന്നത്. അടുത്ത പോയിൻ്റാണ് സെലീനിയം മെറ്റലാണ്. ഫോട്ടോ ഇലക്ട്രിക് സെല്ലുകളിൽ യൂസ് ചെയ്യുന്ന മെറ്റലാണ് സെലീനിയം മെറ്റൽ. അടുത്താണ് ഗാലിയം മെറ്റൽ ഈസ് ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. അതായത് ഗാലിയത്തിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്ന അറൗണ്ട് 29.7 ആണ് ഗാലിയത്തിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് റൂം ടെമ്പറേച്ചറിൽ മെൽറ്റ് ചെയ്യുന്ന ഒരു മെറ്റലാണ് ഗാലിയം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കൈവെള്ളയിൽ വെച്ചാൽ മെൽറ്റ് ആവുന്ന മെറ്റൽ ഏതാണെന്നും ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട്. അതിൻ്റെ ആൻസറും ഗാലിയം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, ഗാലിയത്തിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് 29.7 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി ഓർഡർ ഇൻ ഒനിയൻ ആൻഡ് ഗാർലിക് ഈസ് ഡ്യൂ ടു പൊട്ടാസ്യം. അതായത് ഈ ഉള്ളിയുടെയും ഗാർലിക്കിൻ്റെയൊക്കെ രൂക്ഷമായ ഒരു ഗന്ധം വരുന്നത് അതിന് കാരണമായിട്ടുള്ളത് പൊട്ടാസ്യമാണ്. അപ്പോൾ ഓർത്തിരിക്കുക. ഇനി അടുത്താണ് കോപ്പർ ആൻഡ് സിൽവർ ആർ ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഓൾറെഡി പറഞ്ഞതാണ്, ഏറ്റവും ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് സിൽവർ ആണ്. നമ്മൾ കോപ്പറും സിൽവറും കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അടുത്താണ് കാഡ്മിയം റോഡ് ഈസ് യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ റിയാക്ടർ ടു സ്ലോ ഡൗൺ ദ സ്പീഡ് ഓഫ് ന്യൂട്രോൺ. അതായത് ഇതിനെ കൺട്രോൾ റോഡ് എന്നാണ്. അതായത് ഒരു ന്യൂക്ലിയർ റിയാക്ടറുകളിലെ കൺട്രോൾ റോഡായിട്ട് നമ്മൾ കാഡ്മിയം റോഡ് യൂസ് ചെയ്യാറുണ്ട്. ഇത് ന്യൂട്രോണിൻ്റെ സ്പീഡ് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം കാഡ്മിയം റോഡ് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ന്യൂട്രോണിൻ്റെ സ്പീഡ് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ കാഡ്മിയം റോഡിനെയാണ് ഒരു ന്യൂക്ലിയർ റിയാക്ടറുകളിലെ കൺട്രോൾ റോഡെന്നും അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ ഒന്നുകൂടി, ഗാലിയം മെറ്റൽ ഈസ് ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. അതേപോലെ തന്നെ ഓർഡർ ഇൻ ഒനിയൻ ആൻഡ് ഗാർലിക് ഈസ് ഡ്യൂ ടു പൊട്ടാസ്യം. ഇനി കോപ്പർ ആൻഡ് സിൽവർ ആർ ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. നെക്സ്റ്റ് പോയിന്റ്, കാഡ്മിയം റോഡ് ഈസ് യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ റിയാക്ടർ ടു സ്ലോ ഡൗൺ ദ സ്പീഡ് ഓഫ് ന്യൂട്രോൺ. ഓസ്മിയം ഈസ് ദ ഹെവിയസ്റ്റ് മെറ്റൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഓസ്മിയം ആണ് ഏറ്റവും ഹെവിയസ്റ്റ് ആയിട്ടുള്ള മെറ്റൽ. അതേപോലെ തന്നെ പ്ലാറ്റിനം ആണ് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള മെറ്റൽ. അപ്പോൾ രണ്ടു തമ്മിൽ തിരിഞ്ഞു പോരുത്. ഓസ്മിയം ഏറ്റവും ഹെവിയസ്റ്റ് ആയിട്ടുള്ള മെറ്റലും പ്ലാറ്റിനം ആണ് ഏറ്റവും ഹാർഡസ്റ്റ് മെറ്റൽ. അടുത്ത പോയിൻ്റാണ്, നമ്മുടെ വൈറ്റ് പെയിൻറ്റുകളിൽ യൂസ് ചെയ്യുന്നത് സിങ്ക് ഓക്സൈഡ് ആണ്. ഇതിനെ ഫ്ലവർ ഓഫ് സിങ്ക് എന്നും അറിയപ്പെടുന്നു. അതേപോലെ തന്നെ ചൈനീസ് വൈറ്റ് എന്നും അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, വൈറ്റ് പെയിൻറ്റുകളിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യാറുള്ളത് സിങ്ക് ഓക്സൈഡാണ്. ഈ സിങ്ക് ഓക്സൈഡിനെ തന്നെയാണ് ഫ്ലവർ ഓഫ് സിങ്ക്, അതേപോലെ തന്നെ ചൈനീസ് വൈറ്റ് എന്നീ പേരുകളിലും അറിയപ്പെടുന്നത്.
ഇനി മെർക്കുറിക്ക് വേറൊരു പേര് കൂടിയുണ്ട്, ക്യുക്ക് സിൽവർ എന്നും മെർക്കുറി അറിയപ്പെടാറുണ്ട്. ഇതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രാജനം എന്നാണ് മെർക്കുറിയുടെ ഗ്രീക്ക് നെയിം എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് HG എന്ന സിമ്പൽ മെർക്കുറിക്ക് ലഭിച്ചത്. അതിൻ്റെ മീനിങ് ലിക്വിഡ് സിൽവർ എന്നാണ് ഹൈഡ്രാജനം എന്ന പേര് കൊണ്ട് ഗ്രീക്കിൽ ഉദ്ദേശിക്കുന്നത്. ഇതിന് മെർക്കുറിക്ക് ഒരു ഷൈനി സർഫസ്, ഒരു സിൽവർ പോലത്തെ ഒരു ഷൈനി സർഫസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ലിക്വിഡ് സിൽവർ എന്ന് അവർ വിളിച്ചത്. ഇതിന് ക്യുക്ക് സിൽവർ എന്ന പേര് വരാൻ കാരണം, അതായത് ഇത് ഫാസ്റ്റ് മൊബിലിറ്റിയാണ്, ഹൈ മൊബിലിറ്റി ആയിരിക്കും ഈ HG അഥവാ മെർക്കുറിക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്, അതേപോലെ തന്നെ ഷൈനി സർഫസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ക്യുക്ക് സിൽവർ എന്നും മെർക്കുറിയെ അറിയപ്പെടാറുണ്ട്. ഇത് അയൺ പോട്ടിലായിരിക്കും സാധാരണ മെർക്കുറി സൂക്ഷിക്കാറുള്ളത്. ഇതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെർക്കുറിയുടെ അലോയ്സിനെയാണ് അമാൽഗം എന്ന് പറയുന്നത്. മെർക്കുറി മറ്റ് എലമെൻറ്റുകളുമായിട്ട് അമാൽഗംസ് ഫോം ചെയ്യാറുണ്ട്, പക്ഷേ അയണുമായിട്ട് അമാൽഗം ഫോം ചെയ്യാറില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് അത് മെർക്കുറി അയൺ പോട്ടിൽ സൂക്ഷിക്കാൻ കാരണം. അപ്പോൾ 2 പോയിന്റുകൾ ഓർത്തിരിക്കുക. മെർക്കുറിനെ ക്യുക്ക് സിൽവർ എന്നറിയപ്പെടുന്നു, അതേപോലെ തന്നെ ഇത് അയൺ പോട്ടിലാണ് സൂക്ഷിക്കുന്നത്. ഇത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അയണുമായിട്ട് അമാൽഗം ഫോം ചെയ്യാറില്ല. അടുത്ത പോയിൻ്റാണ് ഫ്യൂസ് വയർ ഈസ് മേഡപ്പ് ഓഫ് ലെഡ് ആൻഡ് ടിൻ. ലെഡും ടിന്നും യൂസ് ചെയ്തിട്ടാണ് ഫ്യൂസ് വയർ ഫോം ചെയ്തിരിക്കുന്നത്. അതായത് ലെഡിനും ടിന്നിനും മെൽറ്റിംഗ് പോയിൻറ്റ് വളരെ കുറവാണ്. അതായത് പെട്ടെന്ന് ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാണെങ്കിൽ അത് പെട്ടെന്ന് ബ്രേക്കായി പോകും, അതായത് ഉരുകിപ്പോവും. അതുകൊണ്ടാണ് ഫ്യൂസ് വയർ ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ലെഡും ടിന്നും ചേർത്തിട്ടുള്ള ഒരു അലോയിയാണ്. അടുത്ത പോയിൻറ്റ്, അയണിൻ്റെ ഏറ്റവും പ്യൂറസ്റ്റ് ആയിട്ടുള്ള ഫോമിനെ പറയുന്നത് റോട്ട് അയൺ എന്നാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അയണിൻ്റെ ഏറ്റവും പ്യൂറസ്റ്റ് ആയിട്ടുള്ള ഫോമിനെ അറിയപ്പെടുന്നത് റോട്ട് അയൺ എന്നാണ്. അതേപോലെ തന്നെ ടങ്സ്റ്റണിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ്, ടങ്സ്റ്റൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 3500 ഡിഗ്രി സെൽഷ്യസ്. 35,000 എന്നല്ല, ഇത് ഡിഗ്രി സെൽഷ്യസ് ആണ്. 3500 ഡിഗ്രി സെൽഷ്യസ് ആണ് ടങ്സ്റ്റൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ടങ്സ്റ്റൺ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു മൈനുണ്ട്, ദഗാന മൈൻ എന്ന് പറയുന്നത്. രാജസ്ഥാനിൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ള ദഗാന മൈനിൽ ടങ്സ്റ്റൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ടങ്സ്റ്റൺ മൈൻ ചെയ്യുന്ന ഇന്ത്യയിലെ ഒരു മൈനാണ് ദഗാന മൈൻ എന്ന് പറയുന്നത്. ഇത് രാജസ്ഥാനിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കുടിവെള്ളം ക്യാരി ചെയ്യുന്ന ഒരു പൈപ്പ് നമ്മൾ ലെഡ് കൊണ്ട് ഫോം ചെയ്യാറില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലെഡും വാട്ടറും ആയിട്ട് ഫോം ചെയ്ത് അത് കെമിക്കൽ റിയാക്ഷനിലൂടെ ലെഡ് ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും. ഇത് ഒരു പോയിസണസ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ലെഡ് ഉപയോഗിച്ച് നമ്മൾ ഡ്രിങ്കിങ് വാട്ടറിനുള്ള പൈപ്പുകളൊന്നും തന്നെ നിർമ്മിക്കാത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന കെമിസ്ട്രിയിലെ മെറ്റൽസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. മെറ്റൽസിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മെറ്റൽസും അവയുടെ കോമ്പൗണ്ട്സും അതേപോലെ മെറ്റൽസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടിയും മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റൽസുമായിട്ട് റിലേറ്റഡുള്ള കുറച്ച് ഫാക്ട്സുകൾ കൂടി ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതായത് മെറ്റൽസും അവയുടെ ഓർസും, അതേപോലെ തന്നെ അലോയ്സ് ഓഫ് മെറ്റൽസ്, പിന്നീട് ഡിസീസസ് റിലേറ്റഡ് ടു മെറ്റൽസ്, അതായത് കുറച്ച് മെറ്റൽസ് കാരണം കുറച്ച് രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യണം. പിന്നെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് മെറ്റൽസും അത് കണ്ടുപിടിച്ച ആ സയൻറ്റിസ്റ്റുകളുടെ പേരും അറിഞ്ഞിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അതേപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ എന്തെങ്കിലും സജഷൻസ് ഞങ്ങളെ അറിയിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് അത് ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.